ആദിപരാശക്തിയമ്മേ സച്ചിദാനന്ദരൂപിണി അമ്മേ ആദിപരാശക്തിയമ്മേ സച്ചിദാനന്ദരൂപിണി അമ്മേ ആരണ്യവാസിനി കന്മഷനാശിനി ഭക്തരിലനിശം കാരുണ്യം ചൊരിയുന്ന വളയനാടു കാവിൽ വാഴുമമ്മേ കോഴിക്കോട് സമൂഹി മഹാമഹിമശ്രീ ശ്രീ മാനവിക്രമൻ രാജ എന്ന സർജ ശ്രീ വരയാട് ഭക്ത ജനസമിതിയുടെ മാതൃസമിതിയുടെ പ്രവർത്തനോദ്ഘാടനത്തിന് എത്തിച്ചേർന്ന സാമൂഹ്യ രാജയുടെ പത്നി ശ്രീ പ്രത്യേകിച്ച് പറയാൻ നമ്മുടെ മതബന്ധങ്ങളെ കുറിച്ച് അറിവ് ലഭിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് നമുക്ക് തീരെ ഇല്ലാതായിരിക്കണം. മറ്റു നമ്മുടെ അവസ്ഥയെക്കാളും അറിയാം, അവരെല്ലാം നിർബന്ധിച്ചുള്ള പഠന ക്ലാസുകളുണ്ട്. ഏത് മതങ്ങളായാലും നിർബന്ധപൂർവ്വം ചെറിയ കുഞ്ഞുങ്ങളായിരുന്നുണ്ടെങ്കിൽ മതപഠന ക്ലാസുകൾ നിർബന്ധിച്ചയക്കുന്നുണ്ടെങ്കിൽ അവരുടെ മതത്തിലുള്ളവർക്ക് നമുക്കറിയുന്നു. നമ്മുടെ മതമായി വിശാലമാണ്. വേണമെങ്കിൽ അവർക്ക് പോയാൽ മതി, ഏതായാലും വേണമെങ്കിൽ ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടുണ്ട്. പ്രത്യേകിച്ച് ഈ മലബാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സാമുദായികവും രാഷ്ട്രീയമായ പ്രത്യേകതകളാണ്. അത് തൃശ്ശൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളെ നിന്ന് വ്യത്യസ്തമായിട്ട് ചുറ്റുപാടുകളാണ് കാണാൻ പ്രദേശത്ത് പ്രത്യേകിച്ചും കാണുന്നത്. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ എത്താറില്ല. അത് അതിനൊരു വേദിയായതുകൊണ്ടാണ് ഈ പ്രദേശത്ത് ശ്രീ മലയാള സമിതി ആരംഭിക്കുന്നത്. ശ്രീമലയാള സമിതിയിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ശ്രീമലയാള മോഹ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു.
ആശംസിച്ചുകൊള്ളട്ടെ. അവാർഡുകൾ കരസ്ഥമാക്കിയ പ്രശസ്തനായ ഒരു കവിയാണ് ശ്രീ പി. ശ്രീധരൻ സാർ. ശ്രീ ശ്രീധരൻ സാറിന് ഞാൻ പ്രത്യേക പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളട്ടെ. ഈ ഹാളിൽ തന്നെ നടക്കുകയുണ്ടായി. രണ്ടുപേർക്കും ആദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആചാരങ്ങൾ മനസ്സിലാകുന്നതിൽ എന്ന വിഷയത്തെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നു. അന്നത് പൂർത്തീകരിക്കാനുള്ള സമയം അനുവദിച്ചില്ല. പിന്നീട് രണ്ടാം ഘട്ട പ്രഭാഷണം അതേ വിഷയത്തിൽ പ്രബോധനത്തിലേക്ക് ഇവിടെ നടന്നു. രണ്ടു പ്രാവശ്യം ഞങ്ങളെ ശ്രമിച്ചിരുന്നു. ഇന്ന് രാമം വിഗ്രഹവാൻ കർമ്മ എന്ന വിഷയത്തിൽ പ്രഭാഷണം അവതരിപ്പിക്കാൻ കൂടി ചേർന്ന ശ്രീ പ്രബോധനത്തിലേക്ക് ഭക്തജനങ്ങളുടെ പേരിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളട്ടെ. അവരുടെ ഞാൻ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളാണ്. ആദരണീയനായ സാമൂതിരി മഹാമുനിയും ശ്രീ മാനവീകരണം രാജാവരുടെ ശ്രീമതി കമല രാജ, അതിന് സഹോദരമണി സാമൂതിരി രാജ അവരുടെ, നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പ്രമോദ് ഐക്കരപ്പള്ളി അവരുടെ, സംസ്കൃതാചാര്യൻ്റെ സാധാരണ സമിതിയിൽ ഇവിടെ വരാതെ കൂടിയിരുന്നു. പക്ഷെ മുമ്പ് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. നമ്മുടെ സംസ്കൃത ക്ലാസ് എടുക്കുന്ന അദ്ദേഹത്തിന് സുഖമില്ലാതെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകേണ്ടി വരുന്നു. പിന്നെ ശ്രീ പട്ടേൽ പ്രഭാകരൻ, നമ്മുടെ രാമായണ പ്രസംഗത്തിക്ക് നേതൃത്വം നൽകിയ മഹാനായ അവരോടും പ്രശസ്ത കവി ശ്രീ ടി. വി. ശ്രീധരൻ എന്നിവരുടെ പ്രത്യേക സമിതിയുടെ ബഹുമാനികളായ അംഗങ്ങളെ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട അതിഥികളെ, ഭക്തന്മാരെ, എൻ്റെ കടമ ഈ പ്രിസൈഡ് ചെയ്യാറുള്ളൂ. പരിപാടി പ്രിസൈഡ് ചെയ്യുക എന്നതാണ്. അപ്പം നമ്മൾ ഏത് പരിപാടി നമ്മളെ ഈ പ്രത്യേക സമിതിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി റിപ്പീറ്റ് ചെയ്ത സെക്രട്ടറി എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഭഗവാന്റെ നാമത്തിൽ ഉച്ചരിപ്പിച്ചിരിക്കുക എന്തൊക്കെയാണ് ചെയ്തത്. സദസ്സിലെ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം പറഞ്ഞ നമസ്കാരം. ഈ ഭക്തജന സമിതിയുടെ തന്നെ ഒരു ഭാഗമായ മാതൃസമിതി ഉദ്ഘാടനത്തിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിന് സന്തോഷമുണ്ട്. ഇങ്ങനെ സമിതിക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കാരണം നമ്മുടെ വീടിൻ്റെയും കുട്ടികളുടെയും കാര്യത്തിൽ അധികം സമയം ചിലവാക്കുന്നത് അമ്മമാരാണല്ലോ. നമ്മുടെ ഗ്രാമാന്തരീക്ഷം സമാധാനമായി കൊണ്ടുപോകാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയുള്ളൂ. മുതിർന്നവർക്കും കുട്ടികൾക്കും മാതൃസമിതി പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി കമല രാജ,
നമ്മുടെ സംസ്കൃത ആചാര്യൻ ശ്രീ ശാന്താനന്ദ സരസ്വതി, ശ്രീ പട്ടേൽ പ്രഭാകരൻ, കോഴിക്കോട് സാമൂതിരിയായ മഹാമഹിമ ശ്രീമാനവീര രാജ അവതരിപ്പിക്കും. ദേശത്തിൻ്റെ സഹകരണി അതുപോലെ കവി ശ്രീ വി പറയുന്നത് അവർക്ക് കിട്ടുന്നതോ അതല്ലേ അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ട ആത്മീയമായിട്ടുള്ള അറിവ്, ഇതുപോലെ ശാസ്ത്രഗ്രന്ഥങ്ങളെ പറ്റിയുള്ള അറിവ്, പുരാണ ഇതിഹാസങ്ങളെ പറ്റിയുള്ള അറിവ്, ഇതൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നമ്മുടെ രാഷ്ട്രത്തെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സദാനന്ദൻ TV പൂർവ്വമലയാളികൾ വളവണ്ണ പോസ്റ്റ് ട്രോഫി സ്പോൺസർ ചെയ്തത് ശ്രീമതി മിനി കേശവൻ. കയ്യെഴുത്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സദാനന്ദൻ TV പൂർവ്വമലയാളികൾ വളവണ്ണ പോസ്റ്റ് ട്രോഫി സ്പോൺസർ ചെയ്തത് ശ്രീമതി മിനി കേശവൻ. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് സുസി എ പുല്ലൂർ ഹൗസ് കോഴിക്കോട്. സുസി എ പുല്ലൂർ ഹൗസ് കോഴിക്കോട്. ട്രോഫി സ്പോൺസർ ചെയ്തത് നാഷണൽ സൈക്കിൾ മോട്ടേഴ്സ് ആൻഡ് KM ബിൽഡിംഗ് പുതിയ കോഴിക്കോട്. ട്രോഫി സ്പോൺസർ ചെയ്തത് നാഷണൽ സൈക്കിൾ മോട്ടേഴ്സ് KM ബിൽഡിംഗ് KMA ബിൽഡിംഗ് പുതിയ കോഴിക്കോട്. അടുത്തതായി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അഭിജിത്ത് MP പനക്കൽ പുത്തൻതേരി പെരുവഴി. അഭിജിത്ത് MP പനക്കൽ പുത്തൻതേരി പെരുവഴി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സമ്മാനമാണ്. നല്ലൊരു കയ്യടിയോടെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രത്യേക സ്പോൺസർ ചെയ്ത പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗോവിന്ദപുരം ബ്രാഞ്ചിനും വന്ദന ഏജൻസീസ് കോഴിക്കോട്. ഈ ഭക്തജന സമിതിയുടെ പ്രവർത്തകരായ ഈ ഭക്തജന സമിതിയുടെ പ്രവർത്തനം കൊണ്ട് ഇവിടെ അതിമനോഹരമായ മഹത്തായ ഒരു കർമ്മം അത് രാമായണത്തിൽ അന്തർലീനമായ സത്യങ്ങളെയും തത്വങ്ങളെയും മനസ്സിലാക്കണം. ഏറ്റവും വിദ്യാർത്ഥികൾക്ക് പോലും പ്രശ്നോത്തരികളെ സംഘടിപ്പിച്ച ഈ ഭക്തജന സമിതിയെ തീർച്ചയായും അഭിനന്ദിക്കുന്നു. രാമായണത്തെ കുറിച്ച് പറയുന്നു. നമ്മൾ സാധാരണ കാലഘട്ടത്തിലുള്ള സംശയത്തെ ചുറ്റുവട്ടം നമ്മളെ നോക്കിയാണ്. കരുത്തന്മാർ കുറവായി, സംശയമൊന്നും വേണ്ട, കരുത്തന്മാർ കുറവായി ഇല്ലാന്ന് പറഞ്ഞില്ലേ, ഉണ്ടാവും, പക്ഷെ കുറവായി. ശരി ആവട്ടെ. ഈ സ്ത്രീ ഇങ്ങനെ നടന്നു നമ്മൾ ഇങ്ങനെ നോക്കുന്നു എന്നുള്ളത്. അപ്പൊ പറഞ്ഞൊരു പെൺകുട്ടി ഓടി വന്ന് ഇവരെ എന്ന് തോന്നുന്നു. ആര്? ഈ മുന്നേ പോണ പെൺകുട്ടിയെ ഒന്ന് തോന്നുന്നു, സ്ത്രീയെ ഒന്ന് തോന്നുന്നു. തോന്നിയിട്ട് പറയുന്ന പെൺകുട്ടി പറയുന്നു, ചർമ്മം ഉണ്ടാകാത്ത പ്രായം തോന്നിയില്ല. ഉടനെ നമ്മളൊന്ന് ഇരിക്കുകയായി. ഉടനെ നിങ്ങൾ ഞാൻ എന്താ ചെയ്യാ? ഉടനെ നിങ്ങൾ ഞാൻ എന്താ ചെയ്യാ? പണ്ട് മുതലാളി തൊഴിലാളി വ്യവസ്ഥയ്ക്ക് നിലനിന്നിരുന്നു.
മസാല കടയിലേക്കല്ല. ശ്രദ്ധിക്കണേ, ഞാൻ ഇത് ആനുകാലികമായിട്ട് ബന്ധപ്പെടുത്തി ഘടിപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമാന്യ ജനത്തിന് മനസ്സിലാവില്ല. അല്ലെങ്കിൽ എനിക്കിത് പറയണം, നേരിട്ട് കടന്നാൽ മതി. പക്ഷെ സാമാന്യ ജനത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയണം. അല്ലാതെ ഏതെങ്കിലും ഉത്തുംഗത്തിൽ നിൽക്കുന്ന രാമായണം പറഞ്ഞ് രാമനെ പൂജ അർപ്പിച്ച് നീട്ടി വലിച്ച ജോലി 8-ൽ നിർത്തണോ 9-ലേക്ക് പോകണോ എന്ന് ചിന്തിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്. ശരി, നമ്മളെ കേൾക്കാൻ പോകുന്നത് മസാല കടയിലേക്ക് നമ്മൾ പോകില്ല. എന്താ കാരണം? ചോദിച്ചാലല്ലേ അങ്ങനെ എടുത്തത്? ആര് ഷോപ്പുകാരുടെ എടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ പോകില്ല. തന്നെയല്ല, മസാല കടകൾ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങൾ താമസിക്കുന്നത്. ശരിയോ തെറ്റോ? ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും ഭാഗമായിട്ട് മസാല കടകൾക്ക് പകരം എന്താ ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്? സൂപ്പർ മാർക്കറ്റുകളാണ്. എവിടെ തിരിഞ്ഞ് നിങ്ങൾ നോക്കൂ, ഈ ആധുനിക കാലഘട്ടത്തില് നിങ്ങൾക്ക് കാണാൻ പറ്റിയ സൂപ്പർ മാർക്കറ്റുകളാണ്. ശ്രദ്ധിക്കണേ, നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ എങ്ങനെ ട്രാവൽ കൊണ്ടുപോകുന്നത് കാണിച്ചു ഞാൻ. ഈ സൂപ്പർ മാർക്കറ്റിലേക്കാണ് എന്ത് അന്വേഷിച്ച് നിങ്ങൾ പോണത്? പ്രസ്തുത സോപ്പ് അന്വേഷിച്ച് പോകണം. റെഡി? സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സംഭവിക്കുന്നത് എന്ത് കാണിത്തരാം. സൂപ്പർ മാർക്കറ്റിന്റെ കവാടത്തിൽ തന്നെ ഒരു വണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. സോപ്പ് വാങ്ങാനാണ് നിങ്ങൾ എന്നതെങ്കിലും വിഷയമല്ല, വണ്ടി തരും. ശരിയോ തെറ്റോ? വീട്ടിൽ പോലും ഇത്ര സ്വാതന്ത്ര്യം ഉണ്ടാവില്ല നമുക്ക്. ഈ ഒക്കത്തെ ഒരു സാധനം ഉണ്ടാവും നമ്മുടെ കുട്ടി. ഇന്നൊരു ബാധ്യതയായി തീരുന്ന ഒരു കുട്ടിയാണ്. പറഞ്ഞത് ശ്രദ്ധിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് വല്ല തെറ്റുണ്ടേ പറയൂ. കുട്ടികളെ അടിച്ചുകൊണ്ടുള്ള അമ്മമാരുണ്ടാകുന്ന കാലത്ത് ജീവിക്കേണ്ട ഗതികൾ ദുഃഖിക്കുന്നവനാണ് ഞാൻ. നിങ്ങൾക്കൊക്കെ സുന്ദരമായിട്ട് പരിചിതമായതൊന്നും പ്രശ്നമില്ല. അടിച്ചു കൊണ്ടേ അത് രസമാണ് കാണാൻ എന്നാണ്. കലിയുഗത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം മാത്രമേ 4500 വർഷങ്ങൾക്ക് മുന്നേ മാർക്കാണ്ഡേയ മുനി ധർമ്മപുരിയിൽ വെച്ച് ഇന്ന് നേപ്പാളിലേക്ക്